Good evening all. Please check audio and video. Please check audio and video. Welcome all. Please check audio and video. Welcome all. Okay. Clear ആണല്ലോ അല്ലേ? Okay, thank you. Thank you, Sapna, Malo. Yes, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്ന ടോപ്പിക് വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ, അതായത് LIC അനലോഗ് ഇലക്ട്രോണിക്സിലെ VCO അതുപോലെ PLL ഈ രണ്ട് ICനെ പറ്റി ജസ്റ്റ് അതിൻ്റെ ബേസിക്സ് ഒന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ അതിൽ സ്പെസിഫിക്കലി LM566 എന്നുള്ള IC ആണ്, മോണോലിത്തിക് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ്. VCO ആയിട്ടാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത്, വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ. നമുക്കറിയാം ഓസിലേറ്റർ എന്ന് പറയുന്നത് ഫ്രീ റണ്ണിങ് മോഡിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇറ്റ് വിൽ ജനറേറ്റ് വേവ് ഫോംസ്. ഓക്കെ, ബേസിക്കലി ഓസിലേറ്റേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2 ടൈപ്സ്. ഏതൊക്കെയാണ് ഓസിലേറ്റേഴ്സ് വരുന്നത്? സിനുസോയിഡൽ ഓസിലേറ്റേഴ്സ്, ഹാർമോണിക് ഓസിലേറ്റേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നുണ്ട്. പിന്നീട് വരുന്ന ടൈപ്പ് എന്ന് പറയുന്നത് റിലാക്സേഷൻ ഓസിലേറ്റർ എന്ന് പറയുന്നതാണ്. റിലാക്സേഷൻ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യുന്നത് ഇറ്റ് വിൽ ജനറേറ്റ് വേവ് ഫോം അതർ ദാൻ സിനുസോയിഡൽ വേവ് ഫോം. സിനുസോയിഡൽ വേവ് ഫോം അല്ലാത്ത വേവ് ഫോംസ് ഏതൊക്കെയാണ്? maybe square waveform or triangular waveform. Generally, square and triangular waveforms are waveform generating circuits are called relaxation oscillators. അപ്പോൾ ഈ ഓസിലേറ്റർ സർക്യൂട്ട്സ് നമുക്ക് IC ഫോമിൽ അവൈലബിൾ ആണ്. അതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട IC ആണ് LM566 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ടൈമിംഗ് എലമെന്റ്സ് ഉണ്ടാവും. ഓക്കെ, റെസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ. നമ്മൾ 555 സർക്യൂട്ടിൽ പഠിച്ചിരുന്നു. 555 ടൈമർ IC ആണ്. അത് നമുക്ക് വേവ് ഫോം ജനറേഷന് യൂസ് ചെയ്യാം. നമ്മൾ ഏതൊക്കെ ടൈപ്പ് സർക്യൂട്ടാണ് പഠിച്ചിട്ടുള്ളത്? അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, അതുപോലെ മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആയിട്ട് 555 IC വർക്ക് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതുപോലെ തന്നെ ഈ LM566 എന്ന് പറയുന്ന VCOക്കകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള കപ്പാസിറ്ററും റെസിസ്റ്ററും യൂസ് ചെയ്യും ഫോർ ടൈമിംഗ് പർപ്പസ്. ടൈമിംഗ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ് ടു വാല്യൂ. ഇവിടെ നമുക്ക് VCO എന്ന് പറയുമ്പോൾ തന്നെ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ ആണ്. സോ ദർ വിൽ ബി എ modulation input voltage to the IC. That modulation input voltage can be applied to the IC and the frequency of oscillation will be varied in accordance with the value of the modulating input. Okay, so frequency എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ 1 MHz ആണ്. 1 MHz frequency റേഞ്ചിലാണ് ഇത് വർക്ക് ചെയ്യുക. ആൻഡ് വിത്ത് എ 10:1 range of frequency variation. Frequency variation can be achieved with a range of 10:1 variation, frequency variation. Okay, അതായത് 1 MHz ആണെങ്കിൽ about 100 kHz വരെ നമുക്ക് വേരി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിനകത്ത് ഫ്രീക്വൻസി വേരിയേഷൻ നമുക്ക് പറ്റുന്നത്. ആൻഡ് ദിസ് ഫ്രീക്വൻസി വേരിയേഷൻ can be achieved by varying the modulating input voltage. Okay, so നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് voltage controlled oscillator or VCO. Specifically ഈ വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്റർ IC എന്ന് പറയുന്നത് IC566 ആണ്. ലൈറ്റ് ഒന്നും കൂടെ ഇൻക്രീസ് ചെയ്യാൻ നോക്കാം. ക്ലാസ് വരട്ടാ. IC566 is a
monolithic IC VC, voltage controlled oscillator. IC is working as voltage controlled oscillator, VCO. Okay. Frequency range. About frequency range, it can be used as operating frequency. Operating frequency is 1 megahertz, and variation is 10 to 1. Range of variation can be achieved. Okay, so it is having fixed frequency square wave and triangular wave, basically used for generation of square wave as well as triangular. So there will be two outputs. One output gives square wave output, and the other output will give triangular wave output. Okay. Now block diagram. Block diagram of IC 566. IC consists of internally a constant current source. Current source ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. Constant current source. Okay, and internally it is having buffer stage. Okay, buffer stage and Schmitt trigger stage and an inverter stage. Okay, current source or sink. Current source or sink. This block is current source or sink. Sink item source item working. Source item working, it will deliver a constant current. Sink item working, it will absorb a constant current. Okay. Then the pin diagram നമുക്ക് നോക്കാം. Pin number 1 is grounded. This pin number 1 is usually grounded. Ground ആണ്. ഇത് RA എന്നുള്ള റെസിസ്റ്റൻസ്. This is RB, resistance RB. Pin number 3 is square wave output. Square wave output. Okay. Triangular wave output can be obtained from the output of this. Okay, upper stage. The capacitor now, external capacitor is connected here. External capacitor. This unit is U1, U2, U3. Okay, so this is triangular wave output. This pin number 4. Number 4 ആണ് triangular wave output generate ചെയ്യുന്നത്. This is connected to, internally connected to current source. Okay, and another terminal, another lead is taken from this point, that is modulating input. Modulating signal input. Okay, pin number 6. Pin number 6, a resistor, the external resistor, timing resistor is connected to pin number 6 and pin number 8. Pin number 8 എന്ന് പറയുമ്പോൾ this VCC is connected to VCC. Pin number 8 is connected to VCC. Okay, and this supply is given to all internal circuitry.
circuit. Internal circuitry, it is given, power supply is given to all internal circuitry. There is a connection here. Okay. ഇവിടെ പ്രധാനപ്പെട്ട പിന്നുകൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. 1, this is pin number 7. Okay. Pin number 3 is square wave output. Pin number 4 is triangular wave output. Pin number 8 is VCC, power supply. Pin number 6, where we'll connect one terminal of timing resistor RT. RT connect ചെയ്തിരിക്കുന്ന ടെർമിനലാണ്. 5ലാണ് നമ്മൾ മോഡുലേറ്റിംഗ് ഇൻപുട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ ഇന്റേണൽ ബ്ലോക്കിൽ. അപ്പൊ ഇന്റേണൽ ബ്ലോക്കിൽ മെയിൻ ആയിട്ട് വരുന്നത് വി ഹാവ് എ കറന്റ് സോഴ്സ് ഓർ സിങ്ക്. It will deliver a constant or absorb a constant current. Okay, current ഇവിടെ ഫ്ലോ ചെയ്യുന്നത് 2 ഡയറക്ഷനിലേക്കാണ്. And this current is IT. Okay, timing current. ഇവിടെയും കറണ്ട് 2 ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യും, IT. And this current is flowing through capacitor. അപ്പോൾ റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന സെയിം കറണ്ട് ആണ് ഇങ്ങോട്ട് വരുന്നത്, കപ്പാസിറ്ററിലേക്കും വരുന്നത്. ഓക്കെ, സോ റെസിസ്റ്റൻസിനും ഈ ഒരു കറണ്ടിന്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് ഡിറ്റർമിൻ ചെയ്യുന്നതിൽ റെസിസ്റ്റൻസിനും ഒരു ഇഫക്റ്റ് വരും, അതുപോലെ തന്നെ മോഡുലേറ്റിംഗ് ഇൻപുട്ട് വോൾട്ടേജ് അതിന്റെയും ഇഫക്റ്റ് വരും. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ച് VC ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എങ്ങനെയാണ് മോഡുലേറ്റിംഗ് ഇൻപുട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഷ്മിറ്റ് ട്രിഗർ. ഓക്കെ, Schmitt trigger circuit. U2 is Schmitt trigger circuit, and this is an inverter. This is Schmitt trigger. Schmitt trigger circuit ne patti namakku it is a square wave generator and it's called a regenerative repeater. It will compare two voltages. Okay, it will work as a comparator, but comparing voltage, inverting terminal voltage, it is fed back from output. ഔട്ട്പുട്ടിൽ നിന്ന് ഫെഡ്ബാക്ക് ചെയ്തിട്ടുള്ള വോൾട്ടേജ് ആണ് ഇവിടെ U2വിന്റെ ഒരു ടെർമിനലിലെ, അതായത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതൊരു റീജനറേറ്റീവ് റിപ്പീറ്റർ ആണ്. ആൻഡ് ദിസ് ഈസ് ആൻ ആംപ്ലിഫയർ. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ ബ്ലോക്കിൽ വരുന്നത്. ഒന്നുകൂടെ പറയാം, നമുക്ക് ഇതിന്റെ മെയിൻ ഇന്റേണൽ സർക്യൂട്ടറിയിൽ മെയിൻ ആയിട്ട് വരുന്നത് കറന്റ് സോഴ്സ് ഓർ സിങ്ക് ആണ്, which will deliver a constant current or absorb a constant current. So current bidirectionലാണ്, അതിൽ നിന്ന് പുറത്തേക്കും വരും അതിനകത്തേക്കും വരുന്ന രീതിയിലാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് വരുന്നത് ഈ ഒരു ആംപ്ലിഫയർ ഇന്റേണൽ ആയിട്ടുള്ള ഒരു ബഫറാണ്, ബഫർ സ്റ്റേജ് ആണ്. ദെൻ Schmitt trigger, ദെൻ an inverter. Schmitt triggerന്റെ ഔട്ട്പുട്ടിനെയാണ് ഇൻവേർട്ട് ചെയ്യുന്നത്. Inverter output is square wave output. If you take output from the first amplifier, output is taken as triangular wave output, that is voltage across capacitor. Voltage across capacitor ആണ് ഇവിടെ ആംപ്ലിഫൈ ചെയ്തിട്ട് ട്രയാങ്കുലർ വോൾട്ടേജ് ജനറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ഈസ് എ ലീനിയർലി വേരിയിങ് വോൾട്ടേജ്. ഓക്കെ, അതൊരു പോർഷനിൽ ഇൻക്രീസ് ചെയ്യും. ഇറ്റ് ഈസ് ഹാവിംഗ് പോസിറ്റീവ് സ്ലോപ്പ്. ഇൻ ദ നെക്സ്റ്റ് ഡ്യൂറേഷൻ കറണ്ട് വിൽ ബി റിവേഴ്സ്ഡ്. കറണ്ടിന്റെ ഡയറക്ഷൻ മാറും. കറണ്ടിന്റെ ഡയറക്ഷൻ ചാർജിങ് കണ്ടീഷൻ ആണെങ്കിൽ വോൾട്ടേജ് ഇൻക്രീസസ്, capacitor voltage increases. When capacitor discharges, voltage decreases. അപ്പോൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നത് പോസിറ്റീവ് സ്ലോപ്പ് വരുന്ന ഒരു കർവായിട്ടും, വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്തായിട്ട് എങ്ങനെയാണോ വരിക, ആ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും അല്ലേ. അപ്പോൾ നെഗറ്റീവ് ഗ്രോയിങ് റാമ്പ് ആയിട്ട് വരും. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള സ്ലോപ്പും നെഗറ്റീവ് സ്ലോപ്പും വരെ അക്കോർഡിംഗ് ടു ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കപ്പാസിറ്റർ. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഫ്യൂ പോയിന്റ്സ് ആണ് ഇനി നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഇതാണ് ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രാം. ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക. ബ്ലോക്ക് ഡയഗ്രാം വരച്ചിട്ട് നമുക്ക് അതിന്റെ ഫംഗ്ഷനിങ് എങ്ങനെയെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് കണക്ട് ചെയ്യേണ്ട 2 എലമെന്റ് ആണ് RT and CT. ഓക്കെ, സോ RT and CT and not this. RT and CT are external timing elements for the oscillator. External timing elements for the oscillator are RT and CT. CT and RT are external timing
elements. Okay, this point. The magnitude of capacitor charging current is constant. The magnitude of capacitor charging current for a given value of modulating voltage and RT value is a constant value, but it is controlled by the external timing resistor RT as well as modulating input. So the magnitude of charging current IT is controlled by RT, timing resistance and modulating voltage at pin number 5. Modulating voltage is applied at pin number 5. Okay. Next, we'll write, next point is, since capacitor current is given by the expression capacitor current IT or I equal to C into dV by dt, capacitor current is given by the expression I is equal to C dV by dt. Okay. If constant current is used to charge the capacitor, if I is constant, then dV by dt will be a constant value. That means voltage is linearly increasing with the time. Okay. So voltage is linearly changing with the time. In that case, if I is a constant value, it is C into delta V by delta T. Delta V by delta T. Now, I constant ആയിട്ട് വരികയാണെങ്കിൽ delta V by delta T will be a constant value. Okay. Now we can calculate this delta T. Delta T value will be equal to delta T equal to C into delta V by constant current I. Delta T is the charging time duration. Okay. So charging current or time duration is delta T. Delta T can be written as C into delta V by I. Next point is the charge current can be controlled by resistance, external resistance, and already നമ്മൾ പറഞ്ഞു modulating voltage that is applied at pin number 5. Next, if the modulating voltage at pin number 5 is increased, if we increase the modulating voltage at pin number 5, the voltage at pin number 6 will also be increased because of there will be internal connection between these 2 points. So when modulating voltage at the pin number 5 increases, voltage at the this point, pin number 6 will also increase. That means if this voltage increases, then current decreases. Okay, current is decreasing. So I decreases because modulating when modulating signal input increases, voltage at this point 6 will also increase. Therefore, current decreases because current I is equal to I in the formula എന്തായിരിക്കും വരിക I is equal to VCC. ഇവിടെ വരുന്ന voltage ആണ് highest voltage VCC minus this voltage if that voltage is taken as say VS or modulating voltage. Modulating voltage ഇവിടെ നമ്മൾ VS ആയിട്ടാണ് എടുത്തിട്ടുള്ളതെങ്കിൽ VS divided by RT. This is the formula. So when VS increases, voltage at pin number 6 also increases, so current decreases. So when VS increases, current decreases. Okay. അപ്പോൾ അങ്ങനെ കറന്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെൽറ്റ സി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഡെൽറ്റ ടി വിൽ ഇൻക്രീസസ്. സോ വെൻ ഐ ഡിക്രീസസ് ബിക്കോസ് ഓഫ് ഇൻക്രീസ് ഇൻ വി എസ് ദാറ്റ് ഈസ് മോഡുലേറ്റിംഗ് വോൾട്ടേജ്. as modulating voltage increases, I decreases, so delta T increases. Okay. അപ്പോൾ ആ ഒരു രീതിയിലാണ് അത് വരുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന നെക്സ്റ്റ് പോയിന്റ് വേണ്ടി നോട്ട് ചെയ്യാം. ദ വോൾട്ടേജ് ഡെവലപ്ഡ് ഓൺ ദ കപ്പാസിറ്റർ CT is applied. This voltage is applied to Schmitt trigger. Okay. Schmitt triggerന്റെ ഏത് ടെർമിനലിലേക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്? It is applied to negative terminal. Okay. Negative terminal. This output voltage swing, output voltage in the Schmitt trigger goes from VCC to
0.5 VCC. As this voltage increases, ഈ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കും, ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദിസ് പോയിന്റ്. നോക്കൂ, ഈ രണ്ട് റെസിസ്റ്റൻസ് ഈക്വൽ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എടുക്കാം. ഇഫ് ദിസ് പോയിന്റ് വോൾട്ടേജ് അറ്റ് ദിസ് പോയിന്റ് ഈസ് VCC, ഇവിടെ VCC ആണെങ്കിൽ if these two resistors that are connected in series, okay, so let's consider initially Schmitt-Trigger output voltage is VCC. Then voltage at this point, if RA equal to RB, ഈ രണ്ട് റെസിസ്റ്റൻസ് ഈക്വൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ VCC ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. So voltage at this point will be 0.5 VCC, isn't it? 0.5 VCC എന്നുള്ള വോൾട്ടേജ് ആയിരിക്കും ഈ പോയിന്റിൽ. ഇത് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ വോൾട്ടേജ് ആണ് 0.5 VCC. If capacitor voltage increases above 0.5 VCC, what happens? If 0.5 VCC above വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? Schmitt-Trigger ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് സ്വിച്ച് ചെയ്യും. ഏത് വാല്യൂയിലേക്ക് സ്വിച്ച് ചെയ്യും? Schmitt-Trigger ഔട്ട്പുട്ട് സ്വിച്ച് ചെയ്യും. സ്വിച്ച് ചെയ്യുമ്പോൾ ഏത് വാല്യൂയിലേക്ക് അത് സ്വിച്ച് ചെയ്യും? ഏത് വാല്യൂയിലേക്കാണ് സ്വിച്ച് ചെയ്യുക? ഇത് ഹൈ ആയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. ദെൻ അത് ഏത് വാല്യൂയിലേക്ക് ചെയ്യും? ലോ വാല്യൂയിലേക്ക് സ്വിച്ച് ചെയ്യും. ദിസ് ഈസ് ഹൈ വാല്യൂ, ഇറ്റ് വിൽ സ്വിച്ചസ് ടു ലോ വാല്യൂ. ഇനി ലോ വാല്യൂ ഇവിടെ വരുമ്പോൾ, ലോ വാല്യൂ ഈ കേസിൽ 0.5 VCC ആയിട്ടാണ് ലോ വാല്യൂ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 0.5 VCC ആണ് വരുന്നതെങ്കിൽ ഇവിടെ വരുന്ന വോൾട്ടേജ് 0.25 VCC ആയിട്ട് വരും. ഇവിടെ വരുന്ന വോൾട്ടേജ് 0.25 VCC ആണ്. ദെൻ കപ്പാസിറ്റർ ഡിസ്ചാർജിങ്, കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ചാർജിങ് കഴിഞ്ഞു. ചാർജിങ്ങിൽ ഏത് വാല്യൂ വരെയാണ് എത്തുക? കപ്പാസിറ്റർ വോൾട്ടേജ് 0.5 VCC എത്തിക്കഴിഞ്ഞാൽ Schmitt-Triggerന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഈ കറണ്ട് സോഴ്സ് സിങ്ക് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. Current source now work as a sink, and the current is absorbed by the current sink. So now current flows in this direction. Okay. So capacitor voltage decreases. When capacitor voltage becomes equal to 0.25 VCC, that is at a voltage at a non-inverting terminal voltage. Now inverting terminal voltage 0.25 VCC like എത്തുമ്പോൾ again state changes, output goes to VCC. Okay. അപ്പൊ ഈ രീതിയിലാണ് ഇവിടെ വരിക. അപ്പൊ കപ്പാസിറ്ററിന്റെ അക്രോസുള്ള വോൾട്ടേജിന്റെ ചേഞ്ച് 0.25 VCC മുതൽ 0.5 VCC വരെയുള്ള ചേഞ്ച് ആണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, കപ്പാസിറ്റർ വോൾട്ടേജ് ചേഞ്ചസ് ഫ്രം 0.25 VCC ടു 0.5 VCC. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ സ്റ്റേറ്റ് ചേഞ്ച് വരുന്നത് എപ്പോഴാണ്? കപ്പാസിറ്റർ വോൾട്ടേജ് ഡിക്രീസസ് ടു 0.25 VCC. Then again Schmitt-Trigger output switches to high level. High level is VCC. High level switch ചെയ്യും, and this voltage become 0.5 VCC. In that case 0.5 VCC ഇവിടെ സെറ്റ് ചെയ്തു. Now capacitor charges. So capacitor charges through RT. RT-യിലൂടെ വരുന്ന കറണ്ട് ആണ് കപ്പാസിറ്ററിലൂടെ ചാർജ് ചെയ്യുന്നത്. Capacitor now charges. When capacitor voltage become equal to 0.5 VCC, again Schmitt-Trigger switches from high state to low state, that is 0.5 VCC. So Schmitt-Trigger output will change its state between two levels, that is VCC and 0.5 VCC, and this change is inverted and inverted by this inverter circuit, thus producing a square wave at output terminal 3. Now output terminal 4 voltage എന്തായിരിക്കും വരിക? It is the voltage across capacitor, and that voltage changes between two limits, 0.25 VCC and 0.5 VCC. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്താണ്? ഇവിടെ വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി റാമ്പ് വോൾട്ടേജ് ഓർ ട്രയാങ്കുലർ വോൾട്ടേജ് ആൻഡ് വോൾട്ടേജ് അറ്റ് ദ ഇൻവെർട്ടർ, അറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ഇൻവെർട്ടർ വിൽ ബി എ സ്ക്വയർ വേവ് ഔട്ട്പുട്ട്. ഓക്കെ, ഇതാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ Schmitt-Triggerന്റെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്ന ലെവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബിറ്റ്വീൻ VCC and 0.5 VCC. Correspondingly, the voltage at this point changes. For VCC, this voltage at this point is 0.5 VCC. So when capacitor voltage reaches that value, Schmitt-Trigger output state changes and output become 0.5 VCC. When output is 0.5 VCC, voltage at this point will be 0.25 VCC. When capacitor starts discharging, okay, capacitor voltage discharges. Thus,
negative ramp will be produced. അപ്പോൾ രണ്ട് റാമ്പും കൂടെ ചേരുമ്പോൾ വിൽ ഗെറ്റ് എ ട്രയാങ്കുലർ വേവ് ഫോം അറ്റ് ദ ഔട്ട്പുട്ട്. സോ ഔട്ട്പുട്ട് വേവ് ഫോം നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ കപ്പാസിറ്റർ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ട്രയാങ്കുലർ വേവ്. We plot capacitor voltage V of t as a function of t. ഈ രണ്ട് വാല്യൂയും ഈക്വൽ ആണ് അല്ലേ? ഏതാണ്? 0.25 0.5 ഇടയ്ക്കാണ്. 0.25 VCC and 0.5 VCC. The capacitor voltage initially increases, then decreases. Increases. ഈ രീതിയിലാണ് കപ്പാസിറ്റർ വോൾട്ടേജ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലീനിയർ ആയിട്ടുള്ള പോർഷൻ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ലീനിയർ ആയിട്ടുള്ള വോൾട്ടേജ് വേരിയേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഓൾറെഡി കപ്പാസിറ്റർ കറണ്ടിന്റെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ ഞാൻ ഈ ഡയഗ്രാം വായിക്കുകയാണ്, നിങ്ങളത് നോട്ട് ചെയ്യുക. Now we'll determine VCO, frequency of VCO. Frequency, determination of VCO, output frequency. Okay, so output frequency can be varied. നമുക്ക് മൂന്ന് രീതിയിൽ വേരി ചെയ്യാം. ഔട്ട്പുട്ട് ഫ്രീക്വൻസി can be varied by, first method is by changing external capacitor CT or by changing timing resistance RT. Third condition, by changing or by varying the modulating voltage. By varying modulating voltage. Now, the expression for capacitor current already നമ്മൾ എഴുതിയിട്ടുണ്ട്. capacitor current I of t equal to C into dV by dt. Okay, so in this case, voltage, if you take voltage, that is equal to 1 by C integral I of t dt. Okay, if current is a constant value, then integral become, if I of t is a constant value, say I or IT, I constant value, then integral I of t dt can be written as I into change in current delta t. I is a constant value, it is taken out. Integral dt is total change in time delta t. So V is equal to I into delta t by C, V voltage across capacitor. Now this voltage change can be taken as delta V. Is taken as delta V equal to into delta t by C. അപ്പോൾ ഇനി നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. ഡെൽറ്റ വി എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ചേഞ്ചസ് ബിറ്റ്വീൻ 0.5 VCC and 0.25 VCC. So this is change in capacitor voltage, that is equal to 0.25 VCC. Therefore, delta t, if you calculate, you substitute here, this 0.25 VCC equal to I into delta t by C, or delta t, calculating frequency. അതുകൊണ്ട് delta t എന്ന് പറയുന്ന ഈ ഒരു ടൈം, ഇതാണ് delta t എന്നുള്ള ടൈം. This is delta t and this is another delta t. ഇത് രണ്ട് ഈക്വൽ ആയിരിക്കും, കാരണം വോൾട്ടേജിന്റെ വേരിയേഷൻ വരുന്നത് ഒരേപോലെയാണ് വരുന്നത്. സോ ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഈ കേസിൽ എത്ര വരും? ദിസ് 0.25 VCC into C by I. Okay, ഇതാണ് വരുന്നത്. ആൻഡ് ടോട്ടൽ പീരിയഡ്
period of the waveform of the output waveform is t equal to 2 into delta t. So this is period. Overall period is t equal to 2 into delta t. So 2 into delta t equal to period equal to 2 into delta t equal to 2 into 0.25 is 0.5 VCC into C by I. Okay, C is CT. In this case, it is CT. Okay, CT എന്ന് എടുക്കുക. This is CT. Okay, അപ്പോൾ നമുക്ക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ടിയുടെ എക്സ്പ്രഷൻ കിട്ടി. നമുക്ക് അതിന്റെ ഫ്രീക്വൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്രീക്വൻസി is f equal to frequency of oscillation f equal to 1 by t equal to 1 by t equal to I by 0.5 into VCC into CT. 1 by 0.5 is 2 into I by VCC into CT. ഇതുവരെ ഐയുടെ എക്സ്പ്രഷൻ നമ്മൾ എഴുതിയിട്ടില്ല. ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നത്? Now capacitor current I is determined by voltage across R of T. R of T across ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് VCC minus V5. Okay, V5 ഓർത്തിരിക്കുക, മോഡുലേറ്റിംഗ് വോൾട്ടേജ് ആണ്. This voltage is modulating voltage. So voltage that is applied at the terminal 5 is denoted as V5, modulating voltage. So this is the voltage across resistance RT, and current flowing through resistance RT equal to I. So it is VCC minus V5 by RT. Okay, so current flowing through RT is equal to VCC minus V5 by RT. അപ്പോൾ നമുക്ക് എക്സ്പ്രഷനിൽ ഫ്രീക്വൻസി കാണാനുള്ള എക്സ്പ്രഷൻ എന്തായിട്ട് മാറും? ഫൈനൽ എക്സ്പ്രഷൻ ഫ്രീക്വൻസി f is equal to, ഈ പോർഷൻ വായിക്കുകയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനിലേക്ക് നമുക്ക് എത്താം. ഫ്രീക്വൻസി f equal to ഓസിലേറ്റിംഗ് ഫ്രീക്വൻസി f is equal to 2 into current I is replaced with VCC minus V5 by RT. RT എന്നുള്ള ഒരു ടേം വരും. That is equal to RT into CT into VCC. Okay, so this is expression for frequency of the output for a VCO. Okay, frequency of the output waveform. Output waveform എന്ന് പറയുന്നത് we can obtain output waveform in the form of square wave and triangular wave. So pin number 4ന്റെ waveform ആണിത്. pin number 4ൽ. pin number 3ലാണെങ്കിൽ നമുക്ക് square waveform ആണ് കിട്ടും. pin number 4, pin number 3 നമ്മൾ എടുക്കുകയാണെങ്കിൽ pin number 3യിലുള്ള waveform നമ്മൾ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ഗോയിങ് എന്ന് പറയുമ്പോൾ സ്മിത്ത് ട്രിഗറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്ക്വയർ വേവ് ചേഞ്ച് ചെയ്യാണ് അല്ലേ? ഓക്കെ, സ്ക്വയർ വേവ് ആണ് പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ, പിന്നെ ലോ വാല്യൂ, ഹൈ വാല്യൂ, ഈ രീതിയിലാണ് വരുന്നത്. ഓക്കെ, ദിസ് ഈസ് ഔട്ട്പുട്ട് അറ്റ് പിൻ നമ്പർ 3 സ്ക്വയർ വേവ്. നമുക്ക് രണ്ട് തരത്തിലുള്ള വേവ് ഫോമും ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ VCOയുടെ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ പറയുന്നത് FM ജനറേറ്റർ. FM നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? മോഡുലേറ്റിംഗ് സിഗ്നലിനനുസരിച്ച് ഫ്രീക്വൻസി വേരി ചെയ്യാം. സോ FM ജനറേറ്റർ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അതുപോലെ FSK ജനറേഷനിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഫ്രീക്വൻസി വേരി ചെയ്യുന്ന മോഡുലേറ്റിംഗ് സിഗ്നലിനനുസരിച്ച് ഫ്രീക്വൻസി വേരി ചെയ്യുന്ന എല്ലാ തരം സർക്യൂട്ടിലും നമ്മൾ യൂസ് ചെയ്യും. The basic use of VCO as FM generator. FM generator. Another application is in this PL, phase lock loop. Phase locked loops. PL. This used in phase lock loop.
And primary application, there are several applications for PLL. PLL waveform generator ആയിട്ട് യൂസ് ചെയ്യും, ഫ്രീക്വൻസി സിന്തസൈസർ ആയിട്ട് യൂസ് ചെയ്യും. ഡിഫറെന്റ് ഫ്രീക്വൻസിയുള്ള വേവ്ഫോംസ് ജനറേറ്റ് ചെയ്യാനൊക്കെ നമുക്കപ്പോൾ ഈ ഒരു VCO യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ PLL എന്ന് പറയുന്ന ബ്ലോക്കിന്റെ അല്ലെങ്കിൽ PLL എന്ന് പറയുന്ന സർക്യൂട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ് VCO എന്ന് പറയുന്നത്. അപ്പോൾ VCOയുടെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനും ഇതാണ്. They are used in phase lock loop. ഓക്കെ, FM ജനറേഷനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, കാരണം മോഡുലേറ്റിംഗ് സിഗ്നലിനനുസരിച്ചാണ് ഇവിടെ ഫ്രീക്വൻസി വേരി ചെയ്യുന്നത്. ഫ്രീക്വൻസി ക്യാൻ ബി വേരിഡ് by applying modulating voltage at pin number 5 of IC 566. Okay, ക്ലിയർ ആണല്ലോ. അപ്പോൾ അതിന്റെ ഫ്രീക്വൻസി എത്രയാണ്, ഏത് ഫ്രീക്വൻസിയിലാണത്, ഫ്രീ റണ്ണിങ് കണ്ടീഷനിൽ ഏത് ഫ്രീക്വൻസിയാണ് ജനറേറ്റ് ചെയ്യുന്നത്? ഈസ് ഓപ്പറേറ്റഡ് ഇൻ 1 MHz ഫ്രീക്വൻസി റേഞ്ച്. ഓക്കെ, 1 MHz ഫ്രീക്വൻസി റേഞ്ചിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കുക. വേവ് ഫോംസ്, രണ്ട് തരത്തിലുള്ള വേവ് ഫോംസ് നോക്കിയിട്ടും, സ്ക്വയർ വേവ് ഫോം ആൻഡ് ട്രയാങ്കുലർ വേവ് ഫോം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു IC ആണ്, PLL, ഫേസ് ലോക്ക് ലൂപ്പ് IC 565. അപ്പോൾ 566. 555 ഏതായിരുന്നു? ടൈമർ IC ആണ്. അതിനും ഇതേ ഫീച്ചേഴ്സ് ഒക്കെ, ആൾമോസ്റ്റ് ഇതേപോലത്തെ ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ ഷ്മിറ്റ് ട്രിഗറിന് പകരം അവിടെ നമ്മൾ ഒരു ഷ്മിറ്റ് ട്രിഗറിന് പകരം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്തായിരുന്നു? ഇന്റേണലി ഷ്മിറ്റ് ട്രിഗറിന് പകരം ഏതായിരുന്നു? ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരുന്നു അല്ലേ? ഷ്മിറ്റ് ട്രിഗറിന് പകരം ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരുന്നു. ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്തത്. SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ്, അവിടെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് പകരം ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഇതാണ്. പിന്നെ കമ്പാരേറ്ററിന് പകരം നമുക്ക് ഇവിടെ ഒരു കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് ആണ്. കറന്റ് സോഴ്സ് ഓർ സിങ്ക് ആയിട്ടാണ് വർക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് കുറെ കാര്യങ്ങൾ ഒരുപോലെ തോന്നും, പക്ഷെ ഇന്റേണൽ സർക്യൂട്ട് ഡിഫറെന്റ് ആണ്. കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് ഓർ സിങ്ക് ആയിട്ട് വർക്ക് ചെയ്യും. പിന്നെ ഒരു ഇൻവെർട്ടർ, അതൊരു ഇൻവെർട്ടർ ഉണ്ട്. 555 ICയിലും ഒരു ഇൻവെർട്ടർ സർക്യൂട്ട് ഫൈനൽ സ്റ്റേജിൽ വരുന്നുണ്ട്. അതുപോലെ ഒരു ഏതാണ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് വരുന്നുണ്ട്. പിന്നെ കമ്പാരേറ്റേഴ്സ് ആണ്. കമ്പാരേറ്റർ എന്ന് പറയുമ്പോൾ രണ്ട് അപ്പർ ആൻഡ് ലോവർ കമ്പാരേറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ 555 പറയാനുള്ള റീസൺ ഒക്കെ നമ്മൾ പറഞ്ഞു. 5 kilo ohm റെസിസ്റ്റൻസ് വോൾട്ടേജ് ഡിവൈഡർ ഇന്റേണലി അതിനകത്ത് വരുന്നുണ്ട്.